ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മച്ചന്മാരെ. അപ്പോൾ ഞാനും നമ്മുടെ അച്ചായനും കൂടെ കൂടി ഉണ്ടല്ലോ നമ്മുടെ തമിഴ്നാട് ഫുള്ളാ സുത്തിപ്പാക്കുന്നതുക്കാக പോയിട്ട് ഇരിക്കുക ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വണ്ടി, അത് ഓൾറെഡി നമ്മൾ തമിഴ്നാടൊക്കെ വരുമ്പോൾ കഴിഞ്ഞ തമിഴ്നാട് വന്ന ഒരു വീഡിയോക്ക് നമ്മുടെ പൈറോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ i20 എടുത്തതിന് ശേഷം നമ്മളൊരു റൈഡ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറെ പല സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്കൊരു തമിഴ്നാട് യാത്രയോട് വളരെ, അതായത് തമിഴ്നാട് റോഡുകളും, അതായത് ഈ കാണുന്ന റോഡുകളുണ്ടല്ലേ, ഇതുപോലത്തെ റോഡുകളിലൂടെയുള്ള യാത്ര ഇല്ലേ, നല്ല ഫണ്ണ് റോഡല്ല. വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഫണ്ണാ. 170 കിലോമീറ്റർ നമ്മൾ ഓടി. 170 കിലോമീറ്റർ. സത്യം പറഞ്ഞ ഗൈസ്, നമ്മള് രാത്രി ഒരു 60 കിലോമീറ്റർ ഓടാൻ നമ്മൾ എത്ര സമയം ഒരുപാട് എടുത്തു. ആ 60 കിലോമീറ്റർ ഓടുന്ന സമയം കൊണ്ട് ഇവിടെ നമ്മൾ 110 കിലോമീറ്റർ പാസ് ചെയ്ത് കളഞ്ഞു ഗൈസ്. അപ്പൊ റോഡുകളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരം ഉണ്ടല്ലോ, നമ്മളൊരു 7 മണിയൊക്കെ ആയി. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ഇറങ്ങാൻ നിന്നു. പക്ഷെ അങ്ങനെ ഇറങ്ങി നമ്മൾ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തെ ഏകദേശം 9:30. പിന്നെ ഉറങ്ങി വരാൻ താമസിച്ചു. കാര്യം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ കോതമംഗലത്ത് നിന്ന് വീട്ടിൽ വന്നിട്ട് ഇവനെ ഓൾറെഡി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഏതായാലും അങ്ങനെ ലേറ്റ് ആയി പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ചാടി പോന്ന് നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങി. ഒരു റോഡ് സൈഡിലാണ് കിടന്ന് ഉറങ്ങിയത്. രാവിലെ കണ്ണുറഞ്ഞപ്പോഴാണ് സ്ഥലം സത്യം പറഞ്ഞാൽ കണ്ടത്. കാരണം ഒത്തിരി സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഉള്ള ഒരു സ്ഥലത്തിലല്ലായിരുന്നു. ഇതുപോലൊരു പട്ടിക്കാട്ടിൽ നമ്മൾ കിടന്ന് സൈഡിലായിട്ട് വണ്ടി ഒതുക്കിയിട്ടിട്ട് നൈസായിട്ട് കിടന്ന് ഉറങ്ങിണ്ടായി ഗൈസ്. അപ്പൊ നമ്മുടെ രാവിലെ തന്നെ ഒരു 3 മണിയായപ്പോൾ ഞാൻ നെറ്റ് ചെയ്തിട്ടു. പിന്നെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഇവൻ നെറ്റ് ചെയ്തിട്ടു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ടു. പിന്നെ ഒരു ചായ ഇവിടെ ഫ്ലാസ്കിലുണ്ട്, അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ചായയും കാര്യങ്ങളെല്ലാം കൊണ്ടുതന്നെ. പിന്നെ നമ്മുടെ പുതപ്പോ അതും മറ്റു സാധനങ്ങളെല്ലാം വലിച്ചു വരുന്നത് പുറകെ ഇട്ടിട്ടുണ്ടോ. അപ്പൊ നമ്മുടെ ബാക്കി എല്ലാ സാധനങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മുടെ മാപ്പും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് കൊടുക്കാൻ മറന്നു. ഇനി വഴി മാറിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണം ഗൈസ്. അപ്പം ഇന്നത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സ്വന്തം പോലെ എന്തായിരുന്നു, തമിഴ്നാട് ഫുള്ള സുത്തി പാക്കുന്നതുക്കാக നാങ്ക വന്നിരിക്കും. അപ്പൊ അതാണ് ഗൈസ് കാര്യം. നമുക്കിവിടെ പോകുന്ന വഴിക്ക് ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ടില്ലായിരുന്നു. അതിന് മുന്നേ സൈഡിലായിട്ട് ഒരുപാട് സാധനങ്ങൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൃഷികളും കാര്യങ്ങളും. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവന്റെ ഫോണിൽ നിന്ന് എന്താ ഇങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ അമ്മച്ചി പറയുന്ന സൗണ്ടാണ്. സത്യത്തിൽ ഇത് തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോണിന് ചെറിയ വളവുണ്ട്. ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു വളവ് സംഭവിച്ചത്. കാരണം എന്താ വെച്ചാൽ ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചാണ്. എനിക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്നേരം ഫോൺ വളഞ്ഞുപോയി. ആ സമയത്ത് എൻ്റെ അതിനകത്ത് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഗൂഗിളിന്റെ ഇത് ഗൂഗിളിന്റെ ഒരു എന്താ സ്പീക്കറെ എന്ന് തോന്നുന്നു. എനിക്ക് സംഭവം മനസ്സിലായില്ല, അതിന് വളഞ്ഞുപോയി. ഇപ്പൊ അമ്മച്ചിയാണെങ്കിൽ ഒരുമാതിരി വർത്താനം എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ, ഏതായാലും സാധനം വളഞ്ഞു. പക്ഷെ അത് വളരെ രസകരമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതുണ്ടോ മീറ്റർ കൺസോളൊക്കെ. എനിക്ക് ഭയങ്കര ഫ്രണ്ട് വശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൈബ് ഉണ്ട് കാര്യം. കണ്ടോ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇത് ഏത് ഭാഷയുടെ. അപ്പൊ ഗൈസ്, നമ്മളിന്ന് തമിഴ്നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു വൈബിലല്ല സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടങ്ങ് പോകുന്നു. ദിണ്ടുക്കല്ല് തിരിച്ച് ആ റൂട്ട് പോയിട്ട് നമ്മൾ പിന്നെ കോയമ്പത്തൂർ പോകുന്നു. 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ നേരെ ഡ്രസ്സും ചേഞ്ച് ചെയ്തില്ല. ഡ്രസ്സൊക്കെ പുറകിൽ കുന്നുകൂട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് വൈബായിട്ട് വേണം നമ്മൾ പരിപാടികളൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഡ്രസ്സൊന്നും ഒതുക്കി തരുന്ന ഓടിയില്ല. സത്യം പറഞ്ഞാ നമുക്ക് ഇവിടെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ പഴയ വണ്ടിക്കകത്ത് ഇരുന്ന് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അത്ര ഭീകരതയില്ല. പക്ഷെ ഇതിപ്പോ ഓടിക്കുന്ന ആൾക്ക് മാത്രമാണ് നല്ല വൈബായിട്ടിരുന്ന് വൈബ് അടിക്കാൻ പറ്റുള്ളൂ. സൈഡിൽ നമുക്ക് മുട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ കണ്ണിന്റെ ആയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. നല്ല കിടിലനായിട്ടുള്ള റോഡ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ മറ്റേ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഡിവൈഡർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു എന്ന് വെച്ചാൽ ജെറ്റൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ ഇത് കൂടെ വന്ന് ജെറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലോക്കായി പോകും. അപ്പോൾ സമാധാനപരമായിട്ട് പോയതുണ്ട്. അത് 3 റോഡാട്ടോ. ഇതൊന്ന് ഇത് വേറെ ഒരെണ്ണം, അത് ഫ്ലൈ ഓവർ ആട്ടോ, കയറി പോകണം. അതിന് തൊട്ടപ്പുറേ വേറെ റോഡുണ്ട്. ഇതൊക്കെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്ഥലം കറക്റ്റ് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പം അതൊക്കെയാണ് പളനി ദിണ്ടുക്കൽ 2 റൂട്ടാട്ടോ. ഇത് മേളിൽ എഴുതി വെച്ചോ, പളനി ദിണ്ടുക്കൽ എന്ന് പറഞ്ഞ്. ഇവിടുന്ന് സെപ്പറേറ്റ് ആവണം റൂട്ട് വരുന്നുണ്ട്.
അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ അവിടെ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്. അവിടുത്തെ സ്പെയർ പാർട്സ് മാർക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. കാരണം ഭയങ്കര ഫേമസ് ആണത്. നമ്മള് വണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ഫേമസ്, അതൊരു ലുലുമാൾ പോലത്തെ ഒരു സ്ഥലം. വണ്ടിപ്രേമികളെ സംബന്ധിച്ച് അതൊരു ലുലുവിന്റെ ഒരു വൈബുള്ളൊരു പ്ലേസ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റില്ലേ. അപ്പൊ ഏതായാലും അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളാണ്. ഞാൻ ഇനി എന്റെ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ ഞാൻ ഏതായാലും ആ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മളിപ്പോൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഉറങ്ങിയെടുക്കുന്നത് നമ്മളത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. വഴി അറിയുന്നില്ല, കാര്യം ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കിടിലം വൈബായിട്ട് നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതില് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എവിടെയും കിട്ടുന്നൊന്നുമില്ല. നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നല്ല കിടിലൻ റോഡ് എന്ന് പറഞ്ഞാൽ കിണ്ണങ്ങാച്ചി സൂപ്പർ വൈബ്, കിടിലൻ മറ്റേടത്തെ സെറ്റപ്പ്, എനിക്ക് കിടിലൻ വൈബായിട്ടുണ്ട്. നല്ല വൈബ് റോഡാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിക്കുന്ന ആൾക്കും ഇരിക്കുന്ന ആൾക്കൊന്നും ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ല പാട്ടൊക്കെ കേട്ടല്ല കിടിലനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതേ ഭാഗത്തായിട്ട് എന്തോ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ കാണത്തില്ല. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ വെള്ളത്തിനൊക്കെ ഇവിടെ ക്ഷാമമുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലടാ, കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഫീൽ സത്യം പറഞ്ഞുണ്ട്. കാരണം വേറൊന്നുമല്ല, അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞു, അതേ ഉള്ളൂ. ഇതുണ്ടത് സ്ഥലങ്ങളൊക്കെ നോക്കി ഓരോരോ വീടുകളൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി വലിപ്പമുള്ള വീടുകളല്ല. പിന്നെ സർവീസ് സിഗ്നലൊക്കെ നോക്കിയതുണ്ടോ, സിഗ്നൽ ഫുൾ ടൈം നൈറ്റൊക്കെ നൈറ്റിൽ ഇത് കൊണ്ടോ ഇതൊക്കെ. പിന്നെ വേറെ സംഭവം കേട്ടോ മച്ചന്മാരെ, ഞാനിത് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ തമിഴ്നാട്ടിൽ ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പൈസ വേണ്ട അല്ലേ. ഈ നഗ്നമായ സത്യം ഇത് പലർക്കും ചിലപ്പോൾ അറിയാൻ വഴി ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സത്യം നമ്മുടെ തമിഴ്നാട്ടിലുണ്ടായത്. നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ സർക്കാരിൻ്റെ അല്ലേ, അപ്പോൾ ഭരിക്കുന്നവരാന്ന് തോന്നുന്നു. സ്റ്റാലിനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അതൊക്കെ ഭയങ്കര കൊള്ളം കിട്ടും സംഭവം ഏതായാലും. കാരണം അങ്ങനത്തെ ഒരു നമുക്ക് എന്താ പറയുക, ഇവിടുത്തെ തമിഴ്നാട്ടുകാർക്ക് അഹങ്കരിക്കാം. കാരണം വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു സെറ്റപ്പ് അതൊക്കെ. നമ്മളിപ്പോൾ കേരളത്തിലെ ആൾക്കാരെ നമുക്ക് കേരളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്വർഗം തന്നെയാണ് മച്ചാന്മാരത് ഈ കാണുന്നത്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റൊരു സ്വർഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെവൻ. തെങ്ങും തോപ്പ് കണ്ടു, വീടിൻ്റെ ഡിസൈൻ നോക്കി, ഒരു പ്രത്യേക ഒരു ഡിസൈനിങ്. രാവിലെ ആൾക്കാരെല്ലാം ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങുമെന്ന് തോന്നുന്നു. അവിടെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടവലം കൃഷി ചെയ്യാൻ തോന്നുന്നു ആ ഭാഗത്ത്. അമ്പലങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എല്ലാം. അതെവിടെ അല്ലേ, ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നു. റോഡ് വല്ലാതെ ഒരു വൈബാക്കുന്നുണ്ട്, കൊള്ളുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇതൊരു ടോളാട്ടോ. ഇത് ടോളാണ് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ഇതുണ്ട്, ഈ കൈ കെട്ടുന്നുണ്ടോ? ഗൈസ്, കേരളത്തിൽ തന്നെ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ശിക്ഷകൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാണിച്ചു പറഞ്ഞപ്പോഴത്തെ എല്ലാം പോയല്ലോ. വേറൊന്നുമില്ല ഗൈസ്, ഇവിടെ ആരുടെയും തലയിൽ ഹെൽമെറ്റ് ഇല്ല. തമിഴ്നാട്ടിൽ ആരുടെയും തലയിൽ, അതായത് നമ്മൾ ഇത്ര നേരം ഞങ്ങൾ ഇത്ര ഒരു 2 കിലോമീറ്റർ റൺ ചെയ്തതിനകത്ത് നോക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ ആരുടെയും തലയിലില്ല. പക്ഷെ ദേ ഒരു പുള്ളി ഹെൽമെറ്റ്. അത്ഭുതം. ഇതൊക്കെ വണ്ടി തന്നെയാണോ? നമ്പർ പ്ലേറ്റ് പോലില്ല. അടുത്തത് ഈ പുള്ളിക്ക് എന്തോ അബദ്ധം പറ്റില്ല കേട്ടോ. അതൊക്കെ കേരളത്തിൽ തമിഴ്നാടാ. പുള്ളി കേരളത്തിലേക്ക് പോയിരിക്കും ചിലപ്പോ, അതായിരിക്കും. അല്ലാതെ പുള്ളി പൈസ ഇതൊക്കെ ഒന്ന് ആരും വെച്ചിട്ടില്ല. എത്ര നേരം വരുന്നത് അപ്പുറം സൈഡിൽ കൂടെ എല്ലാം പോകുന്നുണ്ട്. എല്ലാം ആർക്കും ഇല്ല. ഇപ്പൊ കേരളത്തിലായിരിക്കണം ഇന്നെൻ്റെയൊക്കെ പൈസ ഒടിഞ്ഞ് പണ്ടാരടങ്ങി പോകും. ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലം, കാഞ്ചനയിൽ മറ്റേ തുണി പറന്ന് വീഴുന്ന സ്ഥലം, റിലേറ്റഡ് ആക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ലാൻഡുണ്ട് സത്യം പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ. വലിയൊരു സ്ഥലമാണ്. കേരളത്തിലേക്ക് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ
കേരളത്തിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്ഥലവും ഒരുപാട് ആൾക്കാരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. പോപ്പുലേഷനും കേരളത്തിനേക്കാൾ കൂടുതലുള്ളൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ തമിഴ്നാട്. അതാണ് തമിഴ്നാട്ടിൽ പെട്ടെന്ന് സിനിമകൾ 100 crore 400 കോടി അങ്ങനെയുള്ള ഒരുപാട് കോടികളിലേക്കൊക്കെ സിനിമയും അവിടെ സിനിമ വലിപ്പം വലിയൊരു വലിപ്പത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇവർക്ക് ഒരുപാട് ലാൻഡുണ്ട്. കേരളത്തിൽ നമുക്ക് ചെറിയൊരു സ്ഥലവും അതിൻ്റെ ഉള്ളിൽ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമാസും അങ്ങനെയാണ് അവരുടെ കോൺസെപ്റ്റ് വരുന്നത്. തമിഴ്നാട്ടിലാകുമ്പോൾ ഒരുപാട് പേര് ഇത് കാണാനുണ്ട്. സിനിമകൾ കാണാനാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ അവരിറങ്ങി സിനിമ കാണും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ 100 crore കിട്ടും. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കുറവാന്നല്ല മീഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ വേണ്ടി ആൾക്കാർ കുറവായിരിക്കും. അതാണ് നമ്മുടെ സിനിമകൾ 100 crore വരാതെ ചവിട്ടിക്കുന്നത്. ഇപ്പോൾ ഏതായാലും മഞ്ഞുമൽ ബോയ്സ് ഏതായാലും നീ ഉണ്ടെന്ന് പറഞ്ഞുണ്ടോ? അവിടെ പോയി ഞാൻ അന്ന് തന്നെ തിയേറ്ററിൽ കണ്ടു. തിയേറ്ററിൻ്റെ സീറോ ഗോ മൂവീസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇന്ന് ഇറങ്ങുന്ന പടം കുറച്ചേരം കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 85% തന്നെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല കാണേണ്ടവർ കണ്ടോ സീൻ അതിനെ ഫ്രീ ആയിട്ട് ഇപ്പോൾ കാണാലോ. കുറച്ച് നേരമായിട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് വന്നുണ്ടേ. ഇനിയിപ്പോൾ നമ്മളേതായാലും ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ വെജിറ്റേറിയൻ ഹോട്ടലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതല്ല, ഇല്ലടാ വെജ് കഴിക്കുന്നതല്ലേ ആരോഗ്യത്തിന് ഒക്കെ, അല്ലെങ്കിൽ വയറൊക്കെ കേടാൻ കേട്ടോ. ഫുൾ നല്ല ക്ലീനിങ് ഒക്കെ ഉള്ള നല്ലൊരു കിടിലൻ സ്ഥലം. ഇനിയിപ്പോൾ വാഴയിലേക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിനകത്താട്ടോ മസാല ദോശ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മസാല ദോശ, തമിഴ്നാട്ടിൽ മസാല ദോശ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്തോ ഒരു നല്ലൊരു ഫീൽ, ഒരു ഗുഡ് വൈബ് ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം നല്ലൊരു ഫ്രഷ്നെസ് ആൻഡ് ഫീലൊക്കെ ഉള്ളൊരു നല്ല കിടന്നൊരു സ്പോട്ടാണ് ഇത്. നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാറുണ്ട്. കൊതിയാണ് കഴിക്കാനായിട്ട്. ആദ്യം നമുക്ക് ചമ്മന്തികൾ നോക്കാം. പിന്നെ ഇതെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നത്. ആ എനിക്ക് അപ്പുറം കൊടുത്തപ്പോഴേ തോന്നി ഇത് മയോണൈസ് അല്ല. അത് കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ കഴിക്കാൻ തോന്നിപ്പോയിന്ന്. നീ അത് കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞില്ലോടാ നല്ലതാണ്. കാണുമ്പോൾ തന്നെ അറിയാമോ, നല്ല കളറും നല്ല സ്മെല്ലും. വേണ്ട ടീപ്പ് വേണം. ആ കോഫി വേണം. ആ കഴിച്ചു നോക്കട്ടോ. ആൾക്കാരുടെ സർവീസ് ഒരു സൂപ്പർ സർവീസ്. നമ്മൾ ഹാപ്പിയാക്കി കളയും അല്ലേ നമ്മൾ സന്തോഷവാനാക്കി കളയും. കഴിച്ചോക്കാം. ഇത് സാമ്പാർ പൊളി അവനവിടെ തീർത്തു. മല്ലിയുടെ എൻ്റെ മസാല ദോശ എന്ത് വയറ്റിപ്പോയിരുന്നു. കഴിച്ചിട്ട് വേണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഷർട്ടൊക്കെ മാറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അവൻ കാറിലിരിക്കുകയാണ്, അതേ വണ്ടിക്കകത്തിരിക്കുകയാണ് അവിടെ. ഞാൻ ഷർട്ടൊക്കെ മാറി പാൻറ്റൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. എന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് മടുത്തായിരുന്നു. കാരണം ഇന്നലെ ഇട്ട ഷർട്ടല്ലായിരുന്നു. അപ്പോൾ അത് മാറി നമ്മൾ ഏതായാലും സെറ്റപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ യാത്ര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഏകദേശം അല്ല, സമയം കറക്റ്റ് പറയാം. സമയം കറക്റ്റ് 9:33 കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതായാലും നമ്മളിപ്പോൾ നിലവിലുള്ളത് നമ്മുടെ സ്വന്തം എവിടെയാടാ തിരുച്ചിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന് 10 കിലോമീറ്റർ കൊണ്ട് നമ്മുടെ തിരുച്ചിക്കുള്ളൂ. അത്യാവശ്യം റോഡുകളിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളായിട്ടുണ്ട് ഗൈസ്.
ഏതായാലും നല്ല ഫുഡായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ നല്ല ബില്ല് വരും. അതും ഇപ്പോൾ തിരിച്ച് പറഞ്ഞല്ലോ. പിന്നെ സൈഡിലൊക്കെ നാളികേരം ഇതുണ്ട്. തേങ്ങ കരിക്ക് വെക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ താമസിച്ച് ജീവിക്കാൻ തോന്നും. വല്ലാത്തൊരു സെറ്റപ്പ്. എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു നഗരം പോലെ. ഈ നഗരം ரொம்ப പിടിച്ചിരിക്ക്. ഐ ലവ് ദിസ് സിറ്റി. എന്താ ചെയ്യാ നോക്കി കഴിച്ച ഒരു നല്ല രസമല്ലേ? വിണ്ണൈത്താണ്ടി വരുവായക്കാത്തൊരു സ്ഥലം പോലുണ്ട്. ഇത് ഗേറ്റ് വൈബായിരിക്കും. എവിടെയോ എത്തിയിട്ടുണ്ട്. നേരെ നമുക്കൊരു പുലിക്ക് സർബത്തെങ്കിലും കഴിക്കാം. ഇതെന്നൊക്കെ അത് ലെമൺ. പലാര ரெண்டு சர்பத்து நல்லா அறியும் வந்து அது இனிப்பா இருக்கும், நல்லா டேஸ்டா. இது வந்து சும்மா ഡ്യൂപ്ലിക്കേറ്റാ? വേണം. നല്ല സാധനതാ. நல்லா இனிப்பா. നല്ല ഫ്രഷ്നെസ്സാ ഇരിക്കണം. അല്ല നാമ ഫ്രഷ് ആവണം. ഇത് കുടിക്കുമ്പോൾ நல்லா ஜில்லுன்னு இருக்கும். அப்படி ரெண்டரம் கொடு. சர்பத்தை போட்டா? സർബത്ത്. ഏതായാലും 2 സർബത്ത് കുടിച്ചേക്കാന്ന് വിചാരിച്ചു. ഗൈസ് അക്ക ഇത് എന്ന ഊര്, എന്ന പ്ലേസ്? புரியல. ഈ സ്ഥലം എന്ന സ്ഥലം? எந்த ஊரு? எந்த ஊர் இது? മുത്തറസല്ലൂർ മുരുകപ്പേട്ടை. മുരുകമേടൈ. മുരുകപ്പേട്ടൈ. മുരുകപ്പേട്ടൈ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഗൈസ്. നമ്മളിത് നമ്മുടെ വണ്ടിയൊക്കെ സൈഡിലാക്കി ഇങ്ങനെ ഒതുക്കിയിട്ടേക്കുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഏതായാലും കുടിച്ചിട്ട് കാണാം. സോറി, ആ നാട്ടിലെ തൊട്ടുള്ളത്. ഗൈസ് എങ്ങോട്ട് നോക്കിയാൽ നല്ല കിഡിലൊരു വഴി കേട്ടോ. അതെ, എന്താ സംഭവം മനസ്സിലായില്ല, പക്ഷെ കിഡിലും പ്ലേസ് കേട്ടോ. അതേ നോക്കി, ഓ അത് പൊളിച്ചു. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാ കേട്ടോ സീന്. കുറുക്ക് സിരുത്തങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം പോലുണ്ട്. അമ്പോ തിരിച്ച് തന്നെ. തിരിച്ചിന്ന് ഒത്തിരി ദൂരമില്ല, തിരിച്ച് ആ റൂട്ടിൽ തന്നെ. നമ്മള് പ്രതീക്ഷിച്ചേക്കാളും വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കര. കാവേരി നദിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? കുതിരവണ്ടി പോകുന്നു. കുതിര മാത്രമല്ല കേട്ടോ, കുതിരയുടെ പുറകിൽ ഒരാളും കൂടെ ഉണ്ട്, അത് നിയന്ത്രിക്കാൻ വേണ്ടി. തമിഴ്നാട്ടിൽ നല്ല നടപ്പുണ്ടോ അത് നോക്കി. ഇവിടെ എന്തോ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. സമാധാനപരമാണ്, സീനൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഊണ് വയ്ക്കാൻ കയറിയതോ. ഓക്കെ, ഇത് ഇവിടുത്തെ കറികളുണ്ടോ? ഇത് വെള്ളരിക്കാണോ? പിന്നെ അച്ചാറ്. ഇത് പിന്നെ ഇത് അവിയൽ പോലത്തെ ഒരു കറി. തക്കാളി ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് ചോറ്, വെറൈറ്റി അരി കേട്ടോ ഇതുണ്ട്. പിന്നെ ചമ്മന്തി, അങ്ങനെ. അച്ചാറ് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട്, ബാക്കി എല്ലാം ടോട്ടിലാണ്. ഇപ്പോൾ വലിയൊരു പപ്പടം കിട്ടി. ഇതുണ്ട് വലിയൊരു പപ്പടം. പിന്നെ ഇതൊന്നും മനസ്സിലായില്ല. അച്ചാർ. പിന്നെ ഗൈസ് നല്ല കിടിലം വഴി കേട്ടോ. കിടിലം വഴി എന്ന് പറഞ്ഞാൽ പൊളിച്ചടിക്കിയ വഴി. അച്ചായൻ കുറച്ച് ഇത്ര കിലോമീറ്റർ ഓടിക്കുക വരും, പിന്നെ ഞാൻ കുറച്ച് ഓടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരേ ഡ്രൈവിങ്ങിൽ മൂവ്മെന്റിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബൈക്ക് വിട്ട് വരുന്നതിനൊക്കെ നല്ലത് കാറ് വിട്ട് പോകുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ AC യിൽ നിന്ന് പോവാം. ഇന്ധന ചെലവ് ഇച്ചിരി കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. AC ഇട്ട് നമുക്ക് പോവാം.
അല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ടുപോകും. കാരണം എന്ന് വെച്ചാൽ മൊത്തം പൊടിയാണ്. ഒന്നാമത് പുറത്തിറങ്ങുമ്പോൾ തന്നെ പൊടിയൊക്കെ അടിച്ച് മുഖത്തേക്കടെ മൊത്തം പൊടിയും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. ബൈക്കായിട്ട് വന്ന ഹെൽമെറ്റൊക്കെ വെച്ച് നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് വരണ്ട വരും വന്നു കഴിഞ്ഞാൽ. സീനൊന്നുമില്ല. ഏതായാലും നമ്മുടെ തമിഴ്നാട് യാത്ര കുറേ നാളായി ആഗ്രഹിക്കുന്നു. ചേരായി ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പറയുന്ന വെച്ചാൽ നല്ല റോഡാട്ടോ മച്ചാവരെ. ഓടിക്കാനൊക്കെ വണ്ടിയൊക്കെ ഓടിക്കാൻ എന്താ പറയാ നല്ലൊരു കിടിലായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്, വൈബായിട്ടുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനിപ്പോ ഒന്നുമില്ല, വൈബ് തന്നെ വൈബ്. ചുമ്മാ ഏതായാലും ഇന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. വെയിലിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. വേറെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. നൈറ്റ് വന്നപ്പോൾ ചെക്കിങ് കണ്ടുള്ളൂ, വേറെ ചെക്കിംഗ് ഒന്നുമില്ല.